ഇറ്റ്സ് ഓക്കെ. സോ ഹലോ ഫ്രണ്ട്സ്, വാട്സാപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു സിമ്പിൾസ് വേൾഡ്. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ടിൽ വെച്ച് നല്ലൊരു ബൈക്ക് റേസ് നടക്കുന്നുണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഈ VMAX ഇട്ട് നമുക്കൊരു പുതിയ ബൈക്ക് വാങ്ങിക്കണം. അപ്പോൾ ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വേഗം കാർ ഷോറൂമിലേക്കാണ് പോകുന്നത്. അയ്യോ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓടിയും തട്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മെഗാ റാമ്പ്, ഈ കാണുന്ന മെഗാ റാമ്പിൻ്റെ മുകളിൽ ഒരു ലാംബോ ഉണ്ട്. ആ ലാംബോൻ്റെ അകത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ബൈക്ക് ഓണർ ഇരിക്കുന്ന. അയാൾക്ക് മെഗാ റാമ്പിൽ എന്തോ റേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മെഗാ റാമ്പിൻ്റെ മുകളിൽ ചെല്ലാൻ, അയാളുടെ ഷോറൂമിൻ്റെ അടുത്താണ് മെഗാ റാം, എന്നാലും അയാളുടെ റേസിൻ്റെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മെഗാ റാമ്പിൻ്റെ മുകളിലേക്ക് കയറുവാണ്. അതുകൊണ്ട് ആ കയറി കഴിഞ്ഞ് ഉള്ള രംഗങ്ങൾ നമുക്ക് കാണാവേ. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കാറുകളൊക്കെയാണ് സാറിൻ്റെ ഒപ്പം കളിക്കാൻ പോണേ എന്ന് പറഞ്ഞാൽ റേസിന് പോകുന്നത്. ശരിക്കും കൊതിയാവും റേസിനൊക്കെ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാറിനെ അങ്ങനെ കണ്ടുമുട്ടി ബൈക്ക് റേസിലൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സാറ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. അതുകൊണ്ട് സാറ് വരുമ്പോൾ നമ്മളാണ് ഈ കാർ റേസിൽ ഈ ലാമ്പ് എടുത്തിട്ട് ജയിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ റേസ് തുടങ്ങും. നമ്മളെന്തായാലും പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് റേസ് എങ്ങനെയും ജയിപ്പിച്ച് നമ്മൾ സാറിന് എങ്ങനെയും നമ്മൾ ജയിപ്പിക്കണം. എന്നിട്ട് സാറിന് ഫുൾ ക്യാഷും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ബൈക്ക് റേസിന് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് വിൻ ചെയ്താൽ കിട്ടുന്ന വെറും ക്യാഷ് പ്രൈസ് മാത്രമല്ല, ഒരു വലിയ ബിഗ് ഹൗസും കൂടിയുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ റേസ് തുടങ്ങും. അപ്പോൾ നമുക്ക് റേസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കാം. സോ റേസ് ഈസ് സ്റ്റാർട്ടിങ് ഇൻ 3, 2, 1. ഓ മോനെ, റേസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സൂപ്പറാണ്. നമ്മുടെ പുറകിലുള്ള സൂപ്പർ ഇപ്പോൾ തുടങ്ങും. ഓ മൈ നമുക്ക് എന്തായാലും വേഗം ചെയ്യിക്കണം. അയ്യോ, ലെമ്പോടെ കുറേ പാർട്സ് പോയി. ഫ്രണ്ട്സ് നമ്മൾ പോയി ഫ്രണ്ട്സ്. അയ്യോ പണിപ്പാളി. നമ്മൾ സാറിന് വേണ്ടി ചേക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തോറ്റുപോയി. അയ്യോ രക്ഷിക്കണേ ഫ്രണ്ട്സ്. അങ്ങനെയൊക്കെ നമ്മുടെ ഫയർ റെസ്ക്യൂ ടീം നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചിട്ടു. പക്ഷെ നമ്മളുടെ സ്കോപ്പ് ഒന്ന് സാറിനെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റിയില്ല. എന്നാലും സാർ എനിക്ക് ബൈക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നമുക്ക് നമ്മുടെ ബൈക്ക് റേസ് ജയിക്കാൻ നോക്കാം. ഇപ്പം തന്നെ തുടങ്ങും. പടച്ചോനി, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കവാസ്കി H2R ബൈക്കാണ് സാർ എനിക്ക് വെച്ചിട്ട് പോയത്. പടച്ചോനി, എന്നിട്ട് ഞാൻ സാറിനെ തോപ്പിച്ചെന്താ. എന്തായാലും നമുക്ക് സാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്തായാലും ഞാൻ വീട്ടിൽ പോട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളെല്ലാം ആലോചിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഇത് സംഭവിച്ചത്, നമ്മൾ നമ്മുടെ ബൈക്ക് വീടിനകത്തേക്ക് വെച്ചൊക്കെ ഇയാൾ നമ്മളുടെ ബൈക്ക് തട്ടിയിട്ട് നമ്മളും തട്ടിയിട്ട്. എടാ, താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് എൻ്റെ വീടാ, നീ എന്തിനാ എൻ്റെ വീട്ടിൽ കൂടി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, ഇത് എൻ്റെ വീടാടാ. എന്നാ എനിക്ക് റേസ് ജയിച്ചിട്ട് ഈ വീട് ലഭിച്ചു. എന്തേ ഫ്രണ്ട്സ്, ഇയാൾക്ക് ഈ റേസൊക്കെ ജയിച്ച് ഈ നമ്മുടെ വീടൊക്കെ കിട്ടിയെന്നാണ്. അപ്പോൾ നമ്മളിനി എവിടെ പോയി താമസിക്കും? നമുക്ക് പഴയ വീടുണ്ട്, അവിടെ പോയി താമസിക്കാം. പുതിയ വീടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, എന്തായാലും ആവട്ടെ. എന്തായാലും നമുക്ക് ബൈക്ക് റേസ് ജയിച്ച് വേറെ ഒരു എന്താ പറയുക, കുറേ ക്യാഷും ഇവിടെയൊക്കെ ഒരു വേറെ വീടൊക്കെ കിട്ടും. അപ്പോൾ ഇയാളുടെ നമ്മുടെ വീടായിരിക്കും ഈ എല്ലാ റേസിനും ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാലും ഈ റേസിന് ഈ വീടൊക്കെയാണ് നമ്മൾ ജയിച്ചു മോനെ. നമ്മൾക്ക് നമ്മുടെ വീട് സ്വന്തം. അപ്പോൾ നമ്മൾ പുറത്ത് പോയതുകൊണ്ട് ആരും ഇല്ലയെന്ന് ഓർത്തിട്ടായിരിക്കും ഇവർ ഈ ഒഴിഞ്ഞ വീടാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്തത്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ ഇച്ചേരം പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം. എന്തായാലും എന്താണ് സാറിന് വേണ്ടി നമ്മളുടെ ഓണർ സാറിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് നമുക്ക് ആലോചിക്കണ്ടേ. എന്തായാലും ഞാൻ ഇച്ചേരം പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എന്തായാലും ഒന്ന് കിടക്കട്ടെ. അപ്പം ഞാൻ ഇച്ചേരം ഒന്ന് കിടക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആകെ വൈകി. ഞാനിപ്പോൾ ഭയങ്കര ധൃതിയിലാണ്. നമ്മളിപ്പോൾ കവാസ്കി എടുത്തിട്ട് വേഗം എയർപോർട്ടിൽ പോകണം. ഒരു സമയം പോലും ഇല്ല നമുക്ക് വേസ്റ്റാക്കുക, ഒറ്റൊരു സമയം പോലും ഇല്ല. എന്തായാലും നമുക്കിപ്പോൾ എത്തിയേ പറ്റും. എന്തായാലും നമുക്ക് വേഗം, ഞാൻ ബൈക്കിൽ കയറിയിട്ടുണ്ട്, നമുക്ക് വേഗം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മൾ പോയി. എന്തായാലും ഞാൻ പ്രോയാണ്, അത് തന്നെ ഭാഗ്യം. എന്തായാലും നമുക്ക് എയർപോർട്ട് വരെ പോവാം. ലേഡി മാറൂ.
ഓ നമ്മൾ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നു. ഓ ഓ ഓ എൻ്റെ മേ. എന്നാലും ഞാൻ എയർപോർട്ടിൽ എത്താൻ പോവാണ്. നിങ്ങൾ എത്തുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഈ വീഡിയോ ലൈക്കും പിന്നെ ഈ വീഡിയോ ഇന്ത്യൻ പാകിസ്ഥാനത്തിനോട് ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് ധൈര്യം ഉണ്ടെന്ന് കാണിച്ചാൽ ഇതൊക്കെ. അതേ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ലേഡി. നമുക്ക് എന്തായാലും ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് പോവാം. അയ്യോ ബൈക്ക് നിർത്തിയിട്ട് ഞാൻ. ലേഡി ഹേ മാഡം ഞാനാണ് ബൈക്ക് റേസിന് രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ഞാൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അയ്യോ യു ആർ ടു ലേറ്റ് സർ. ബൈക്കിൻ്റെ റേസൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ. അയ്യോ മാഡം അങ്ങനെ പറയില്ല മാഡം, പ്ലീസ് മാഡം. ശരി സർ, താങ്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ഡിലേ ആക്കുന്നു. വേഗം രജിസ്റ്റർ ചെയ്തോളൂ. ഓക്കെ, എന്തായാലും നമ്മൾ അവരോട് എങ്ങനെയൊക്കെ ബെഗ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് വരട്ടെ. കുറേ നമ്മൾ എങ്ങനെയൊക്കെ രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും റേസിന് സ്റ്റാർട്ടായി നിൽക്കാം. എല്ലാവരും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും റേസ് ട്രാക്കിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ട്രാക്കിലൊക്കെ നിർത്തിയിട്ടുണ്ട്. 2 പേരാണ്. എല്ലാവർക്കും വേറെ വേറെ ട്രാക്കുകളാണ്. അപ്പോൾ 2 പേരിൽ ഒറ്റൊരാൾക്കാണ് ഈ പ്രൈസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യണം. നമ്മൾ കവാസ്ക് എടുത്തുകൊണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ റേസ് തുടങ്ങും. അയ്യോ നമുക്ക് എന്തായാലും വേഗത്തിൽ എത്തണം. എന്താ ഇവിടെ നമ്മൾ ഈ ടേണിലേക്ക് തിരിയണമെന്നാണ് പറഞ്ഞത്. ആ നമുക്കാണ് ഇതിന് കണ്ടത്. അയ്യോ അയാളവിടെ എത്തി. രക്ഷപ്പെടും. നമ്മൾ ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ എത്തി. അങ്ങനെ നമുക്ക് ആ ഹൗസ് സ്വന്തം. ഓക്കെ, ആ ലേഡി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ആ ലേഡി എന്നോട് ആ പിക്ചർ കാണിച്ചു തന്നു. അങ്ങോട്ട് പോകാനും ആ ലൊക്കേഷൻ തന്നു. അത് സെയിം ആസ് നമ്മുടെ പുതിയ വീടാണ്. സോ അതാണ് എനിക്ക് തോന്നി. റേസിന് ഇപ്പോൾ ഒഴിഞ്ഞ ആളാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അപ്പോൾ എന്തായാലും ആ വീട് നമ്മളുടെ സ്വന്തം ആയി. ഇനി നമുക്ക് മാത്രം നമ്മുടെ വീട് സ്വന്തം. അയാളെ കാണാനില്ല കേട്ടോ, അയാൾ ഇവിടുന്ന് പോയെന്ന്. ഇനി നമുക്ക് നമ്മുടെ വീട്. അങ്ങനെ ബൈക്ക്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു കാർ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ നമ്മളുടെ ജിമ്മൊക്കെ അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. പടച്ചോനെ, നമ്മുടെ പ്രദീപ് സാറ്, നമ്മളുടെ ഓണർ സാറല്ലേ ബൈക്കിൻ്റെ, അവരെ വിളിക്കുന്ന. എന്ത് ചെയ്യും? എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കാം. ഹലോ സർ. എടാ മോനെ, ഇന്ന് വരുമോ അവിടെ ഹോസ്പിറ്റലിലേക്ക്? ശരി സർ. അവരെന്തോ അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ വരെ പോകാനാണ് പറഞ്ഞത്. നമുക്ക് അഡ്മിറ്റ് ചെയ്ത സ്ട്രോക്കിൻ്റെ ഹോസ്പിറ്റലായി. അതുകൊണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് ചെല്ലാം. എന്താണ് ആവുക പഠിച്ചത്? ഫ്രണ്ട്സ്, വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ കുറേ ചോര പോയി. അതുകൊണ്ട് ഇയാളുടെ ലിഫ്റ്റ് നമ്മൾ ചോദിച്ചിട്ടോ. എങ്ങോട്ടാണ് മോനെ പോകണ്ടേ? അത് നമ്മുടെ സ്ട്രോക്ക് മെയിൻലി എടുക്കുന്ന ഹോസ്പിറ്റലില്ലേ? ലോട്ടസ് ഹോസ്പിറ്റൽ. അങ്ങോട്ടാണോ? അതെ, നമ്മൾ എത്തിയല്ലോ. ഓക്കെ, താങ്ക് യു. എന്തായാലും പൈസ വേണോ? വേണ്ട മോനെ. എന്നാൽ മോനെ ഇറങ്ങിക്കോ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ ഉപകാരത്തിന് നല്ല നന്ദി. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ലിഫ്റ്റ് കയറി പോട്ടെ. ഞാൻ അപ്പോൾ സാറിന് സ്ട്രോക്കൊക്കെ മാറി. എന്നാലും സാറിനോട് നല്ല ചൂട് പെടുമെന്ന് വിചാരിച്ചപ്പോൾ ഇത് സംഭവിച്ചു. ഫ്രണ്ട്സ്, സാറെനിക്ക് കുറേ ക്യാഷ് വന്നു. കാരണം ഞാൻ റേസ് തോറ്റെങ്കിലും സാറിന് സ്ട്രോക്ക് വന്നിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് ജയിക്കാൻ ശ്രമിച്ചുകൊണ്ട് സാറ് അങ്ങനെ എനിക്ക് കുറച്ച് ക്യാഷൊക്കെ തന്ന് എന്നെ അങ്ങനെ മോട്ടിവേഷനൊക്കെ ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് അടുത്ത വർഷത്തെ കാർ റേസിന് അല്ലെങ്കിൽ അടുത്ത മാസത്തെ കാർ റേസിന് പങ്കെടുക്കാൻ വേണ്ടി സാറിനെ മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നടന്നു പോവാം. ഇനി ആരുടെ ലിഫ്റ്റൊന്നും വേണ്ട. എല്ലാവരും സ്വാതന്ത്ര്യമായിട്ട് സമാധാനത്തോടെ പോകട്ടെ. നമുക്ക് ഓടാനുള്ള കഴിവുള്ളതാണ് നമ്മൾ അങ്ങോട്ട് പോകണം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ബൈക്ക് റേസും കാർ റേസും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഷെയർ ദിസ് ടു എനിവൺ ഹൂ ലവ്സ് ഇന്ത്യ ബൈക്സ് ഡ്രൈവിംഗ് ടു. സോ ഇന്നത്തേക്ക് ബൈ.